നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ഒരു പുസ്തകമാണ്. സ്നേഹത്തെയും വേദനകളെയും തുന്നിക്കെട്ടി നെയ്തെടുത്ത അനുഭവങ്ങളുടെ പേജുകളാൽ നിറഞ്ഞ ഒരു പുസ്തകം. അതിലെ ചില അധ്യായങ്ങൾ കണ്ണുനീരാൽ നനഞ്ഞതായിരിക്കും, ചിലത് ചിരിയാൽ നിറഞ്ഞതായിരിക്കും. എന്നാലും ഓരോ പേജിലും ഓരോ പാഠമുണ്ട്, കഥയുണ്ട്, അതിൽ പ്രതീക്ഷയുമുണ്ട്. നീതി ദേവതയുടെ കടാക്ഷം കാത്തിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയുടെ കഥയിലെ നാൾ വഴിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 2017 ഫെബ്രുവരി 18 രാവിലെ ന്യൂസ് ചാനലുകളിലെല്ലാം ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വിറങ്ങലിപ്പിച്ചു കൊണ്ടുവന്ന വാർത്തയായിരുന്നു അത്. ആ വാർത്തയുടെ ആഘാതം 8 വർഷമാകുമ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തന്ന് വരെ കേട്ടുകേഴ്വിയില്ലാത്ത ആ സംഭവം മൂലം സിനിമാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളും ചലനങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. പലരുടെയും കാപട്യത്തിന്റെ മുഖം മൂടികൾ അഴിഞ്ഞു വീണു. അന്ന് വരെ പലരുടെയും മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ബിംബങ്ങൾ ഉടഞ്ഞു വീണു. മനസാക്ഷിയെ നെട്ടിച്ച ആ സംഭവത്തിൽ ഒരു കടലോളം കണ്ണുനീരാണ് ആ പാവം പെൺകുട്ടി കുടിച്ചു തീർത്തത്. ഈ സംഭവം പുറം ലോകത്തെ അറിയിച്ചതിനെതിരെ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായവർ ഒന്നുകിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ജീവിതം സ്വയം അവസാനിപ്പിക്കണം. എന്നാൽ അവൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവളുടെ തകർന്ന മനസ്സിന് പുനർജീവൻ നൽകാൻ ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരും, എന്തിനധികം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരും തന്നെ അവൾക്ക് പിന്നിൽ അണിനിരുന്നു. എന്നാൽ കുടുംബം എന്ന് കരുതി അവൾ വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്ന സംഘടന അവളെ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവളെ തള്ളിപ്പറയുകയും ചെയ്തു. അപ്പോഴാണ് അമ്മയെന്ന താരസംഘടനയിൽ നിന്നും കണ്ണീരോടെ അവൾ പടിയിറങ്ങുന്നത്. നീതിബോധമുള്ള സഹജീവികളോട് കരുണയും സ്നേഹവുമുള്ള ഒരു പറ്റം നടിമാർ അവൾക്കൊപ്പം പടിയിറങ്ങുകയാണ് ഉണ്ടായത്. പത്മപ്രിയ, രേവതി, റീമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി തിരുവോത്ത്, സജിത മഠത്തിൽ, നടി രഞ്ജിനി എന്നിവരൊക്കെ. അങ്ങനെ അവൾക്ക് നീതി ഉറപ്പാക്കാൻ, അവൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, ഒന്നിച്ചു നിന്ന് പൊരുതണമെന്ന തീരുമാനത്തിൽ അഞ്ജലി മേനോൻ, ദീദി ദാമോദരൻ, ഗായിക സയനോര, ബീന പോൾ തുടങ്ങി സിനിമാ മേഖലയിലെ പ്രശസ്ത വ്യക്തിത്വങ്ങൾ ചേർന്ന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് WCC എന്ന സംഘടന. സിനിമാ മേഖലയിലെ പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാനും സ്ത്രീ സുരക്ഷയ്ക്കും വേണ്ടി WCCയുടെ പരിശ്രമ ഫലമായി ഉണ്ടായതാണ് ഹേമ കമ്മിറ്റി. ഹേമ കമ്മിറ്റി കൊണ്ട് എന്തുണ്ടായി? അതൊരു ചുക്കുമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ചു പീഡകന്മാർ വാലിന് തീയും പിടിച്ച് നെട്ടോട്ടം ഓടുന്ന കാഴ്ച പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞു. സിനിമാ മേഖലയിൽ മാന്യന്മാരെന്ന് കരുതിയിരുന്ന പലരുടെയും മുഖംമൂടികൾ പൊതുജന മധ്യത്തിൽ അഴിഞ്ഞു വീഴാനും ഇടയാക്കി എന്നുള്ളതാണ് പരമാർത്ഥം. ഇതെല്ലാം അതിജീവിതയായ പെൺകുട്ടിയുടെ നേരെ നടന്ന ഹീനമായ ആക്രമണത്തിന് ശേഷം നടന്ന മാറ്റങ്ങളാണെന്ന് ഓർക്കുക. ഭാവന എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു പേരുണ്ട്. യേശശരീരനായ MLA ആയിരുന്ന PT തോമസ്. അവളുടെ നേരെ നടന്ന ആക്രമണം അറിഞ്ഞ ഉടൻ തന്നെ അവളുടെ അരികിലേക്ക് എത്തിയവരിൽ ഒരാളായിരുന്നു PT തോമസ്. അദ്ദേഹം അവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. അവിടെ എത്തിയ അദ്ദേഹം കണ്ട അവളുടെ ദയനീയാവസ്ഥയും സങ്കടവും ആദർശധീരനും കരുണയുള്ള ഹൃദയത്തിന്റെ ഉടമയുമായ അദ്ദേഹത്തിന്റെ ഉള്ളുലച്ചു. മാത്രമല്ല, പരാതി കൊടുക്കണമെന്നും നിയമപരമായി മുന്നോട്ടു പോകണമെന്നും ആവശ്യപ്പെട്ടു. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഒരുപക്ഷെ ആ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഈ കേസ് പുറം ലോകം അറിയാതെ മൂടപ്പെട്ടേനെ. PT തോമസും ഞാനുമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്ന് PT തോമസ് എന്നോട് പറഞ്ഞത്, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ആദ്യം നിനക്ക് മോതിരമണിയിച്ച ഭാവി വരനെ നീ വിവരമറിയിക്കുക, എന്നിട്ട് നിയമപരമായി നീങ്ങട്ടെ എന്ന് അനുവാദം ചോദിക്കുക. അവൾ വിവരമറിയിച്ചപ്പോൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നവീൻ പറയുന്നു, നിയമപരമായി മുന്നോട്ട് നീങ്ങണം, വെറുതെ വിടാൻ പാടില്ല, എല്ലാത്തിനും നിന്നോടൊപ്പം ഞാനുമുണ്ടെന്നുള്ള ധൈര്യം പകർന്നു. ഇവിടെ നാം ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നവീൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ്. നിസാര പ്രശ്നങ്ങൾക്ക് പോലും പരസ്പരം തള്ളിപ്പറയുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹമുറപ്പിച്ച് മോതിരമണിയിച്ച തന്റെ ഭാവി വധുവിന്റെ ഇത്രയും വലിയ പ്രശ്നത്തിൽ അവളെ തള്ളിക്കളയാതെ ഒപ്പം നിന്നതെന്ന് ഓർക്കണം. ഇത്തരം വലിയൊരു മനസ്സിന്റെ ഉടമയാകാൻ നവീൻ എന്ന ചെറുപ്പക്കാരനല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായിരുന്നു ഭാവന. കൈനിറയെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. കമൽ എന്ന സംവിധായകൻ കണ്ടെടുത്ത കാർത്തിക മേനോൻ എന്ന 16 വയസ്സുകാരിയെ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് നമ്മളെ പരിചയപ്പെടുന്നത്.
പരിചയപ്പെടുത്തുന്നത്. ആ ചിത്രത്തിൽ അവളെ പരിചയപ്പെടുത്തിയത് ഭാവന എന്ന പേരിലായിരുന്നു. നമ്മൾ എന്ന ചിത്രത്തിൽ പരിമളം എന്ന കഥാപാത്രത്തെ പകർന്നാടിയ ഭാവന മലയാള സിനിമയിൽ പരിമളം പടർത്തി പറന്നുയർന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം, പൃഥ്വിരാജ്, ജയസൂര്യ, ആസിഫ് അലി എന്നിവരോടൊപ്പമൊക്കെ വേഷപ്പകർച്ച നടത്തി നിറഞ്ഞു നിന്നു. CAD മൂസ, ക്രോണിക് ബാച്ചിലർ, ചതിക്കാത്ത ചന്തു, സ്വപ്നക്കൂട്, ഹണീബി എന്നീ ചിത്രങ്ങളൊക്കെ മലയാളികൾ നെഞ്ചിലേറ്റിയ ചിത്രങ്ങളാണ്. തമിഴിലും കന്നഡയിലും അവർക്ക് മലയാള ചിത്രങ്ങൾക്കും മേലെ പ്രശസ്തി കൈവരിക്കാനായി. തമിഴിൽ അജിത്ത്, ജയം രവി, ജീവ എന്നിവരോടൊപ്പമൊക്കെ അഭിനയിച്ചു. കന്നഡയിലാകട്ടെ പുനീത് രാജ്കുമാറിനോടൊപ്പം അഭിനയിച്ച ജാക്കി എന്ന ചിത്രം ഒരു ചരിത്ര വിജയമാണ് കൈവരിച്ചത്. അങ്ങനെ അവൾ പടർന്ന് പന്തലിച്ച് സന്തോഷത്തോടെ പാറിപ്പറന്ന് നടക്കുമ്പോഴാണ് ഒരുപറ്റം ചെന്നായ്ക്കളുടെ കരുതിക്കൂട്ടിയുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണം ഒരിടിത്തി പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ സമയത്ത് അവളുടെ കൈകൂപ്പിയുള്ള ദീനരോധനം ആ ചെന്നായ്ക്കളിൽ ഒരാൾ പോലും ചെവിക്കൊണ്ടില്ല. അവൾ പല ഒരു കേണപേക്ഷിച്ചു തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന്. പക്ഷേ അവർക്ക് പണമായിരുന്നില്ല ആവശ്യം, അവളെ അപമാനിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അവർ അവളോട് പറഞ്ഞു, ഇതൊരാൾ നൽകിയ കൊട്ടേഷനാണ്, സഹകരിക്കണം. സഹകരിച്ചില്ല എങ്കിൽ നിനക്ക് മയക്കുമരുന്ന് നൽകി ഒരു കൂട്ടം ആൾക്കാർക്ക് കാഴ്ചവെക്കുമെന്ന്. ഇത് പുറം ലോകം അറിഞ്ഞപ്പോൾ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പൊറുക്കാനും സഹിക്കാനും കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ മനസാക്ഷിയുള്ള വലിയൊരു സമൂഹം അവൾക്ക് പിന്തുണയുമായി അവളോടൊപ്പം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഈ സംഭവത്തിന് ശേഷം 5 വർഷമാണ് മലയാള സിനിമയിൽ നിന്നും അവർ മാറി നിന്നത്. ആ ദുർഘട ഘട്ടത്തിൽ അവളെ ഒപ്പം കൂട്ടി അവൾക്ക് സ്വാന്തനവും ആശ്വാസവുമേകി സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അവസരങ്ങൾ വാഗ്ദാനം നൽകി ശ്രമിച്ചവരെ അവൾ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. പൃഥ്വിരാജ്, ജയസൂര്യ, ആഷിഖ് അബു, ഭദ്രൻ, ജീനു എബ്രഹാം, ഷാജി കൈലാസ് എന്നിവരൊക്കെയാണ് അവർ. ഒരു തെറ്റും ചെയ്യാത്ത തന്റെ നേരെ സൈബർ ഇടങ്ങളിൽ നിന്നും PR വർക്കേഴ്സിനെ ഉപയോഗിച്ചുള്ള അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും സഹിക്കാൻ വയ്യാത്ത സന്ദർഭമുണ്ടായപ്പോൾ പല പ്രാവശ്യവും ജീവിതമേ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതായി ഭാവന പറയുന്നു. പക്ഷേ തന്റെ പിതാവ് മരിച്ച ശേഷം ഒറ്റപ്പെട്ട തന്റെ അമ്മയുടെ മുഖമോർത്തു മാത്രമാണ് അതിന് തുനിയാതിരുന്നത്. ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സംയുക്ത വർമ്മ പറയുന്നത്, ഭാവന നിങ്ങൾ കാണുന്നത് പോലെ സ്ട്രോങ് ഒക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ആ കുട്ടി കടന്നു പോയിട്ടുള്ള മെന്റൽ ട്രോമ ചെറുതൊന്നുമല്ലായിരുന്നു. അടുത്തിടപഴകിയിട്ടുള്ളവർക്ക് മാത്രമേ അതറിയൂ. താഴെ വീണ് പൊട്ടിച്ചിതറിയിട്ട് അതിൽ നിന്നും ഉയർന്നു വന്നവളാണ് അവൾ. അവളുടെ ഉള്ളിൽ നല്ലൊരു ദൈവാംശമുണ്ട്. അവൾക്കിപ്പോൾ നല്ലൊരു ഭർത്താവും നല്ലൊരു സഹോദരനും നല്ല കുറെ സുഹൃത്തുക്കളുമുണ്ട് എന്ന് പറഞ്ഞാണ് സംയുക്ത നിർത്തിയത്. നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ചില കാര്യങ്ങളും ഭാവന പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും മുറി അടച്ചിരുന്ന് ആരും കാണാതെ കരയാറുണ്ട്. ആ കരച്ചിലിനൊടുവിൽ സ്വയം കരുത്താർജിച്ച് സമാധാനം കണ്ടെത്തി പുറത്തു വരികയാണ് പതിവ്. എന്തുണ്ടെങ്കിലും പറയണമെന്ന് പറഞ്ഞ് സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ ഭർത്താവും അമ്മയും സ്നേഹിതരുമൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ സങ്കടം പറഞ്ഞ് അവരെ കൂടി വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതിന് മനസ്സനുവദിക്കില്ല. എന്തുണ്ടെങ്കിലും സ്വയം സഹിച്ച് അതിന് പരിഹാരം കണ്ടെത്തുമെന്നും അവർ പറയുന്നു. ചുറ്റുപാടും കുറ്റപ്പെടുത്തലുകളും വെല്ലുവിളികളും ഏറി വന്നിട്ടും അവർ മൗനം പാലിക്കാൻ തയ്യാറായില്ല. അതിനവർ പറയുന്ന ഒരു കാരണമുണ്ട്. തെറ്റ് ചെയ്തത് ഞാനല്ലല്ലോ. അത് ചെയ്തവരും ചെയ്യിച്ചവരും തലയുയർത്തി നിൽക്കുമ്പോൾ താൻ എന്തിന് തല താഴ്ത്തി തെറ്റ് ചെയ്തവരെ പോലെ മിണ്ടാതിരിക്കണമെന്ന്. ഒരു നടി നീതിക്ക് വേണ്ടി ഇത്രയധികം ജീവൻ മരണ പോരാട്ടങ്ങൾ നടത്തിയ ഒരു സംഭവം ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അവൾക്കാവശ്യം 100% ഉറപ്പായ നീതിയാണ്. നീതി ദേവത അവൾക്കായി കണ്ണു തുറക്കട്ടെ, നീതി ഉറപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയിച്ച ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് പിന്നിൽ വേദനാജനകമായ ഒരു കഥയുണ്ട്. വളരെ വേദനാജനകമായ കഥയ്ക്ക് വിജയകരമായ ഒരു അന്ത്യവുമുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.